വെൽക്കം ബാക്ക് മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരികെ എത്തുമ്പോൾ എനിക്കൊപ്പം ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. നമ്മൾ ഇനി എന്റർടൈൻമെന്റ് സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്റർടൈൻമെന്റ് സെഗ്മെന്റിന്റെ പടത്തലവൻ ഇവിടെ ഹരികൃഷ്ണനാണ്. അതെ അതെ, അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം. ഇപ്പൊ രണ്ട് അതിഥികളെ എത്തിയ ജെയ്സ് ജോസും സ്മിനു സിജോയും ഇവർ രണ്ടുപേരും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച റിലീസായ ഗുമസ്തൻ, അത് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയായിട്ട് മാറി. അപ്പൊ അതിലെ വേഗം സ്വാഗതം ചെയ്യാം ജെയ്സ് ജോസിനെയും സ്മിനു സിജോയും. രണ്ടുപേർക്ക് നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം, ന്യൂസ് 80ലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ ഞാൻ വരികയാണ്. കാരണം പ്രധാനമായും വലിയ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് റിലീസാകുന്നതിന് തൊട്ട് മുന്നേ വരെ വലിയ മാർക്കറ്റിങ്ങോ പ്രൊമോഷൻസോ നിങ്ങൾ പ്രൊമോഷൻസ് നടത്തിയിട്ടില്ല എന്നല്ല, പക്ഷേ ഈ പ്രേക്ഷകരുടെ ഒരു ഇതുണ്ടല്ലോ, പ്രത്യേകിച്ച് ഓണം സിനിമകളൊക്കെ റിലീസായതിനു ശേഷം വരുന്ന ഒരു സിനിമ, അത് ഇത്രയധികം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴേക്കും പ്രധാന താരങ്ങൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് സിനിമ കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്നു, ആളുകൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമയ്ക്ക് വീണ്ടും വരുമ്പോഴുള്ള അതിനൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം വലിയ സിനിമകളുടെ ഇടയിൽ നമ്മുടെ സിനിമ റിലീസാവുന്നു. അത് പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു പരിമിതമായ പ്രൊമോഷൻ പരിപാടികളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ജനങ്ങളത് ഏറ്റെടുത്ത് മൗത്ത് പബ്ലിസിറ്റിയിൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ രാത്രി ഷോകളൊക്കെ ഹൗസ്ഫുള്ളായി വലിയൊരു വിജയമായി അത് മാറുന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ. ലക്ഷ്മിനു പറഞ്ഞു. അതെ, ഞാൻ ജെയ്സ് പറയുന്നത് ശ്രദ്ധിക്കായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഹിറ്റ് പടത്തിന്റെ ഭാഗം, വീണ്ടും ഒരു ഹിറ്റ് പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതില്ല. ഒരു നല്ല കുടുംബ സിനിമയാണ്, ഒരു ത്രില്ലറാണ്, എല്ലാവർക്കും കണ്ടിരിക്കാം, ആർക്കും മടുപ്പ് തോന്നാത്ത നല്ലൊരു സിനിമ. ഈ ഒരുപാട് പ്രേക്ഷകര് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന വേളയിൽ പ്രതികരിച്ചത്, ഓരോ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഹിറ്റായി പോകുന്നുമുണ്ട്. സ്മിനു, അപ്പോൾ ഈ പ്രധാനമായും ആളുകൾ സൂചിപ്പിച്ച ഒരു കാര്യം എന്താണ് ഈ സിനിമയെ കുറിച്ചിട്ട് പ്രധാനമായും പറഞ്ഞൊരു അഭിപ്രായം? ജെയ്സ് പറഞ്ഞു, ഞാൻ തന്നെ പറയണം? ജെയ്സ് പറഞ്ഞാൽ മതി. ആര് പറയണം? ജെയ്സ് പറഞ്ഞു. കാരണം നായകനോടല്ലേ എല്ലാരും കൂടുതൽ അഭിപ്രായം പറയുന്നത്. അല്ല, ഒരു അത് മെയിൻലി അതിന്റെ മേക്കിങ്ങും അല്ലെങ്കിൽ അതിന്റെ കഥ തന്നെയാണ് അതിന്റെ ഫസ്റ്റ്. എല്ലാവരും പറഞ്ഞൊരു കാര്യം, എല്ലാവരും വളരെ ത്രില്ലടിപ്പിച്ച്, ഇതൊരു ഫാമിലി ത്രില്ലർ മൂവിയാണ്. അപ്പൊ അതിനകത്തൊരു ഫാമിലിയിലെ കുടുംബത്തെ ആ സ്നേഹവും, അല്ലെങ്കിൽ അച്ഛൻ മകൻ ബന്ധം, അല്ലെങ്കിൽ ആ കുടുംബത്തെ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ഇന്റിമസി എല്ലാം ഭയങ്കര രസകരമായിട്ട് പറഞ്ഞിട്ടുള്ളതിനൊപ്പം തന്നെ ഒരു ത്രില്ലർ കഥയാണ് പറയുന്നത്. ഇതിന്റെ എല്ലാവർക്കും സിനിമ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ സോങ് സ്റ്റീഫൻ ദേവസ് ചെയ്തിരുന്ന സോങ്, ബിനോയ് പ്രസാദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പേര് എടുത്തെടുത്ത് പറയണ്ടേ. ഞാൻ ഇപ്പോൾ സ്മിനുവിനോട് ഇപ്പോൾ പറഞ്ഞോളൂ, ഇന്നലെ എന്നെ വിളിച്ച് കുറേ ആളുകൾ സ്മിനുവിന്റെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞു. അതിനകത്തൊരു സ്മിനുവിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സീനുണ്ട്, പേടിച്ച് പോകുന്ന സീനുണ്ട്. ആ ഏരിയയില് സ്മിനുവിന്റെ പെർഫോമൻസിനെ പറ്റി എല്ലാവരും പറഞ്ഞു. ഇതിൽ അഭിനയിച്ചപ്പോ ഡിബിനാണെങ്കിലും ഷാജു, എല്ലാവരും എല്ലാവരുടെയും പെർഫോമൻസും അതിന്റെ മേക്കിങ്ങും അതിന്റെ കഥയുടെ ഫ്രണ്ടിലില്ലാത്തതിന്റെ ഒരു ഇതുണ്ട്. ചോദിക്കുന്ന ആള് ഫ്രണ്ടിലില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, സാധാരണ നിങ്ങളിപ്പോ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ ചോദിക്കുന്ന ആള് ഫ്രണ്ടിലുണ്ടാവും, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ സംസാരിക്കുമ്പോ? ഉറപ്പായിട്ടുണ്ട്. ഇവിടെ മൊബൈൽ വെച്ചിട്ട് എന്റെ കണ്ണ് അങ്ങോട്ടാ പോയിക്കൊണ്ട് ഞാൻ നിങ്ങളെ നോക്കിയാ പറയണത്. മാത്രമല്ല, നമ്മൾ പറയുന്നതിൽ കുറച്ച് ഡിലേ ഉണ്ടാവുമല്ലോ. അവര് വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ അവർ കേൾക്കുള്ളൂ. അതുപോലെ തന്നെ അവരുടെ റിപ്ലൈ നമ്മൾ കേൾക്കുന്നതിലും കുറച്ച് താമസം, ഡിലേ അല്ല, ഡിലേ പ്രശ്നമില്ല. പക്ഷെ ഫേസ് ടു ഫേസ് ആളില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ.
ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ജെയ്സിനെ ആദ്യം ഈ പോസ്റ്റർ ഗുമസ്തന്റെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ സിനിമയിൽ വിജയ് സേതുപതിയാണ് അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നു? എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ ആ ഒരു ഗെറ്റപ്പില്. സ്മിനി ചേച്ചിയുടെ ചിരിയുണ്ട്. അല്ല, അങ്ങനെ തന്നെ എല്ലാരും പറയാറുണ്ട്. സ്മിനുവൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുന്ന കാര്യമാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഒന്നും കണ്ട ആരെയും പോലെ ഇല്ലേ? അപ്പം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ പോലെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ സ്മിനുവിന്റെ കാര്യം എടുത്താൽ അപ്പൊ ജെയ്സിനെ കാണുമ്പോ സ്വന്തമായിട്ടൊരു അയ്യോ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. സ്മിനുവിനെ നമുക്കിപ്പം അത്രത്തോളം സുപരിചിതയായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. നമ്മൾ അത്രത്തോളം പല കഥാപാത്രങ്ങളിൽ പല സിനിമകളിലൊക്കെ കാണുന്നു. ജെയ്സിനെ നമ്മൾ മറ്റ് സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ലുക്കിൽ കാണുന്നത് ഇത് ആദ്യമാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗെറ്റപ്പ് നോക്കുമ്പോൾ ശരിക്കും വിജയ് സേതുപതിയുടെ കൂട്ട് തന്നെ ഉണ്ട്. ആ പോസ്റ്ററിലൊന്നും നമുക്ക് ഒറ്റ കാഴ്ചയിൽ ജെയ്സ് ആണെന്ന് മനസ്സിലാകുകയില്ല. ശരിക്കും വിജയ് സേതുപതി തന്നെയാണ് അഭിനയിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അതൊന്ന് പറയാമെന്ന് കരുതി. വിജയ് സേതുപതിക്ക് ഒരു വെല്ലുവിളിയാവുമോ ജെയ്സ്? വെല്ലുവിളിയാകാൻ ശ്രമിക്കുന്നുണ്ടോ ജെയ്സ്? ഇവര് നമുക്കിങ്ങനെ ചെറുതായിട്ട് അഭിനയിച്ചിങ്ങനെ പോയാൽ മതി. എന്തായാലും എന്റെ കഥാപാത്രം അല്ലെങ്കിൽ എന്റെ ഗെറ്റപ്പ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം, വലിയൊരു ആഗ്രഹമായിരുന്നു, വലിയൊരു സ്വപ്നം നടന്ന ദിവസങ്ങളാണ്. അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ രണ്ടുപേരുടെയും ഈ ഒരു കരിയറിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചോട്ടെ. ഇപ്പൊ സ്മിനുവിന്റെ അല്ല കേട്ടോ ഇത് അല്ല ഇല്ല പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ താമസം കാരണം ഇങ്ങനൊന്നും അല്ല. മസിൽ പിടിച്ചിരിക്കുവാന്ന് പറയാമെന്നൊന്ന് ഇല്ല പറഞ്ഞു കഴിഞ്ഞു അവിടുന്ന്. അടങ്ങിയിരിക്കണെന്ന് വിചാരിച്ചിരിക്കുന്നു. തുടങ്ങിയിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു കേട്ടോ. അല്ല, അതാ പൊരുത്തപ്പെടാനുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും മറ്റേ ആ ഒരു കാലതാമസത്തിന്റെ വേറെ പ്രശ്നമില്ല. സ്മിനു, ഞാൻ രണ്ടുപേരുടെയും കരിയറിലേക്ക് ഇപ്പൊ ഒരു ആക്ടിംഗ് കരിയറിലേക്ക് വരുമ്പോഴേക്കും സ്മിനുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സ്മിനു ഇല്ലാത്ത സിനിമ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പല ഗെറ്റപ്പുകളിൽ പല വേഷങ്ങളിൽ സ്മിനു എവിടെയെങ്കിലുമൊക്കെ സിനിമകളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നുള്ളത് അത് ഞാൻ വായിച്ചൊരു പോസ്റ്റ് കേട്ടോ. അത് ഞാൻ ഒന്ന് പിന്നോട്ട് നോക്കുമ്പോഴേക്കും സത്യമാണെന്ന് തോന്നുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ഡേറ്റ് ഷെഡ്യൂളൊക്കെ മാനേജ് ചെയ്യുന്നത്? മലയാള സിനിമ ഇപ്പൊ രണ്ടായിട്ടാണ് ഒരുമിച്ചേക്കണേ. സ്മിനുള്ള സിനിമ, സ്മിനുവിന്റെ സിനിമ. അല്ല, പക്ഷെ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഈ കുറെ നേരമായിട്ട് സ്മിനു എന്ന് പറയുമ്പോ ഉണ്ടല്ലോ എന്റെ മോൻ ഫ്രണ്ടിൽ നിന്ന് എന്നെ പേര് വിളിക്കുന്ന ഫീലാണ്. മോൻ സ്മിനു എന്ന് തന്നെയാണോ വിളിക്കുന്നത്? അല്ല ഒരു കൊച്ചു പയ്യൻ ഫ്രണ്ടിൽ നിന്ന് എന്നെ പേര് വിളിക്കുന്ന ഒരു ഫീലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ സോറി. അയ്യോ, അങ്ങനെ തോന്നല്ലേ. ഞാൻ കൊച്ചുകുട്ടിയല്ല, വലിയ കുട്ടിയല്ല. ചുമ്മാ കളിയാക്കി മനസ്സിലായി. പക്ഷെ ഞാൻ രാവിലെ ഉറക്കണ്ടിട്ടിരുന്ന് കേൾക്കുന്നവർക്ക് ഇല്ല, പക്ഷെ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് വിടാൻ നോക്കിയതാ, സമ്മതിക്കൂല. ഇല്ല, പക്ഷെ അതൊരു പോയിന്റ് അല്ലേ. എങ്ങനെയാണ് ഈ ഡേറ്റ് മാനേജ് ചെയ്യുന്നതെന്നൊരു ചോദ്യമില്ലേ? എങ്ങനെയാണ് ഈ സിനിമകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ഡേറ്റ് ക്ലാഷസ്? കാരണം സിനിമകൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ റിലീസായ ഏതെങ്കിലും ഒരു സിനിമ വേണ്ട എന്ന് ഈ ഡേറ്റ് പ്രശ്നം കാരണം പ്രത്യേകിച്ച്? അതല്ല, ഞാൻ സിനിമയിൽ വന്നപ്പോ തൊട്ടുള്ള എനിക്ക് തോന്നുന്നത് സിനിമ വരുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചു വരും. വന്നില്ലെങ്കിൽ ഒന്നുമില്ല. ഒന്നെങ്കിൽ വീട്ടില് അല്ലെങ്കിൽ ഷൂട്ടില്. ഈ ഒരു അവസ്ഥയാണ്. സ്മിനു അല്ല ഡേറ്റില് മാനേജ് ചെയ്യുന്നത്, ഈ സിനിമ ഡയറക്ടർമാരാണ്. സ്മിനുവിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മൊബൈലിലോട്ടാ നോക്കി പോകുന്നത്. എക്സ്ക്യൂസ് മീ, അല്ല ഇവിടെ സ്മിനുവിന്റെ ഡേറ്റിന് വേണ്ടി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക വേണ്ടിട്ട്. നമ്മള് ഗുമസ്തനെ പറ്റി പറയാൻ വന്നല്ലേ, എന്നെ പറ്റി പറയാനാണോ? നമ്മള് സ്മിനുവിനെ കൈ കിട്ടുമ്പോഴേ ചോദിക്കാൻ പറ്റുള്ളൂ. പിന്നൊരു അവസരം കിട്ടുന്നില്ലല്ലോ. അവസരം കിട്ടുമ്പോ നമ്മൾ ചോദിക്കാം. ഗുമസ്തന്റെ ഡേറ്റിന് വേണ്ടി എത്ര ദിവസം ജെയ്സ് കാത്തിരുന്നു? സ്മിനുവിന്റെ ഡേറ്റിന് വേണ്ടിയിട്ടല്ലോ. നിങ്ങൾ എന്നെ ആവശ്യപ്പെട്ടില്ലല്ലോ. സ്മിനുവിന്റെ ഡേറ്റിന് വേണ്ടി ഞങ്ങൾ സ്മിനുവിന്റെ ഡേറ്റ് അനുസരിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുക ഷൂട്ടിങ്. സ്മിനു ഇല്ലാത്ത ദിവസം ഞങ്ങൾ ഞങ്ങളുടേതായ മറ്റ് ഏരിയകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്മിനു വരുന്ന പറഞ്ഞാൽ എല്ലാ സിസ്റ്റം മാറ്റും, സ്മിനുവിന്റെ ഏരിയ ഷൂട്ട് ചെയ്യും. അതെ, നിങ്ങൾ ഗുമസ്തൻ കണ്ടോ? ഞങ്ങളോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഗുമസ്തൻ കണ്ടോ? ഗുമസ്തൻ എന്ന സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞു. കാണണം. ഞങ്ങൾ കാണാനിരിക്കുകയാണ്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇന്റർവ്യൂ മാത്രം പോരാ,
ഈ സമ്മതിക്കില്ല. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. നിങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് ചെയ്യുമ്പോൾ ഞങ്ങള് അത് സിനിമ കൃത്യമായിട്ട് ചോദിക്കാൻ ആ ഒരു ഇത് വേണം. പറയൂ, സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് പറയൂ. ഇതാണ് കാണാൻ, നിങ്ങൾക്ക് ആദ്യം കാണും, കണ്ടിട്ടും ഞങ്ങളോട് ചോദിക്കും. ഇല്ല പക്ഷെ പ്രേക്ഷകർ അറിയണമല്ലോ, സിനിമയെ പറ്റി പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാനിപ്പോ സ്മിനുവിന്റെ സിനിമ ജീവിതത്തെ പറ്റി പറയുമ്പോഴേ ഇപ്പൊ ജെയ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജെയ്സ് ഇപ്പൊ സിക്കാട എന്ന് പറഞ്ഞ സിനിമ ആദ്യം നിങ്ങൾ വരുവാണെങ്കിൽ ഇപ്പൊ സിക്കാടയിലും ഒരു മികച്ച വേഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതില് നായകനായിട്ട് വരുന്നു. ജെയ്സിന്റെ ഒരു കരിയർ ഷിഫ്റ്റ് എങ്ങനെയാ പോകുന്നത്? ആ ഒരു ഷിഫ്റ്റ് മനഃപൂർവ്വം എടുക്കുന്ന തീരുമാനത്തിന്റെ ബേസിസിലാണോ? അത് സിനിമയിൽ വരുന്ന കാലത്തൊട്ട് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ത്രൂ ഔട്ടുള്ള ലീഡ് കഥാപാത്രം ചെയ്യണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക. അവസരങ്ങൾ കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവസരങ്ങൾ കിട്ടിയത്. നമ്മൾക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. സംഭവിക്കണമല്ലോ, സംഭവിച്ചത് ഇപ്പോഴാണ്. കുന്നോളം ആഗ്രഹിക്കുക, കുഞ്ഞിക്കുരോളയിലും കിട്ടും. രണ്ടുപേരുമായിട്ട് ഒരു പ്രധാന ചോദ്യമാണ് ഇപ്പൊ പ്രത്യേകിച്ച് കോളേജിലെ വിഷയം. അത് നമ്മൾ സംസാരിക്കാതെ ഗുമസ്തനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിക്കുന്ന ഒരു വിഷയവും പ്രധാനമായും അത് തന്നെയാണ്. കോളേജില് ഇത്തരത്തിൽ പ്രൊമോഷന് പോയിട്ടല്ലേ? അതെ, പ്രൊമോഷന് പോവുകയും അവിടെ വെച്ച് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. ഒരു അഭിനേതാക്കളോടും ഒരു താരത്തിനോടും ഒരു വ്യക്തികളോടും ചെയ്യാൻ പാടില്ലാത്ത. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ അതിഥികളായി പോയതാണ്, പക്ഷെ അപമാനിതരായി തിരിച്ചിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ബിബിനെ നമുക്കറിയാം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കാല് വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പൊ മൂന്നാമത്തെ നിലയിലാണ് ഈ പരിപാടി നടന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം താഴെ ഇറങ്ങി വന്നത്, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയം പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു ആള് കത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിലുള്ള ഒരു പേഴ്സണൽ നോട്ട് എന്താണ് ആ ഒരു വിഷയം പ്രധാനമായും എടുത്തു നോക്കുമ്പോൾ? എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് ബിബിൻ അങ്ങനെയാണ്, വയ്യാത്താണ്, ഇങ്ങനെയാന്നുള്ളത് നിങ്ങൾ തന്നെ പറയാതിരിക്കുക. കാരണം അവന്റെ കുറവുകൾ അവന്റെ അത് കുറവായിട്ട് പറഞ്ഞതല്ല സ്മിനു, അത് നമ്മള് കുറവായിട്ട് പറഞ്ഞതേ അല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, എന്നിട്ടും ആ ഒരു നില കയറി വരുന്നതിന്റെ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം പറഞ്ഞതാണ്, അല്ലാതെ വേറെ അദ്ദേഹത്തിനെ ഇകഴ്ത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ആ പ്രശ്നം വെച്ച് അവൻ ബിബിൻ ഇവിടം വരെ എത്തിയില്ലേ? അപ്പൊ ഓരോരുത്തരുടെ മാനസികാവസ്ഥയായിരിക്കാം. അതല്ല, മീൻസ് ആ അവിടുത്തെ അച്ഛന്റെ മാനസികാവസ്ഥയായിരിക്കും അവർ നമ്മൾ അതിനെ വലിയ വിഷയമായിട്ട് എടുത്തിട്ടില്ല. ബിബിനത് കൂളായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പടത്തിന്റെ പ്രൊമോഷൻ ടൈമിൽ ഉണ്ടായ കാര്യമാണ്. അപ്പൊ അത് ഉണ്ടായിട്ട് ബിബിൻ തന്നെയാണ്, ഞാനും ബിബിന്, ഷാജു ശ്രീധർ, കുറെ ആർട്ടിസ്റ്റുകൾ ഞങ്ങളുണ്ടായിരുന്നു പ്രൊമോഷന്. അപ്പോ ഇത് അന്ന് ഉണ്ടായപ്പോ തന്നെ പുറത്തിറങ്ങി ഞങ്ങൾ വന്നപ്പോ തന്നെ ബിബിൻ ഇത് പുറത്ത് പറയേണ്ട, കാരണം ഇതൊരു വിഷയമാക്കരുത്, ആക്കേണ്ട, അത് ബിബിന്റെ ഒരു തീരുമാനമായിരുന്നു. ആക്കണ്ട, അത് അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയിൽ അയാൾ പറഞ്ഞായിരിക്കും, നമുക്കതൊരു വാർത്തയാക്കണ്ട എന്ന് പറഞ്ഞാൽ അത് വിട്ടുപോയൊരു കാര്യമായിരുന്നു. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി ഞാൻ തന്നെയാണ് എന്റെ കാരണക്കാരൻ. കാരണം ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഹോട്ടലിൽ ഞങ്ങളുടെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോ ആ ജോസ് എന്ന് പറഞ്ഞ ഇതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള പയ്യൻ ഫോണിൽ കൂടെ ഇങ്ങനെ ഉണ്ടായ കാര്യം സംസാരിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് അമൽ പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു, ചേട്ടാ ഉണ്ടായതെന്നത് പറയുന്നു പറഞ്ഞു. ഞാൻ ഈ ഫോൺ മേടിച്ച് എനിക്കിത് അറിയില്ല, ഇത് ഇങ്ങനെ ന്യൂസ് എന്റെ വിലയ്ക്ക് പോവാണെന്ന് അറിയില്ല. ഞാൻ നമ്മുടെ സുഹൃത്തിനെ എന്നോട് പറയുന്ന കാര്യമായപ്പോൾ ഞാൻ പറഞ്ഞു, അത് അതിനൊന്നും അല്ലട ഉണ്ടായതെന്ന് കൊണ്ട് ഞാൻ ഫോൺ മേടിച്ച് ആത്മാർത്ഥമായിട്ട് സംസാരിച്ചു. പക്ഷെ അത് റെക്കോർഡായി അതിങ്ങനെ ന്യൂസിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ ബിബിൻ അത് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലാണ് ഇതിനെപ്പറ്റി ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ബിബിൻ അത് ഒഴിവാക്കി വിട്ടൊരു കാര്യമാണ്. കാര്യം അന്ന് വലിയ വിഷമമുണ്ടായിട്ടുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അതെ, ശരിക്കും അന്ന് എന്താണ് അവിടെ ആ വേദിയിൽ നടന്നത് എന്ന് ഒന്നുകൂടി ഒന്ന് പറയാമോ? നമുക്ക് അറിയാത്ത പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. അല്ല വേണോ? അല്ല പറയാണ്ടിരുന്നിട്ട് അതുണ്ടായത് ഇത്രയാണ്. ഞങ്ങളത് അവിടെ വന്നു, ഞങ്ങൾ ചെല്ലുമ്പോൾ ചുമരിലൊക്കെ ഞങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ മോളിൽ കയറി ചെന്നു, അവിടെ സ്റ്റേജിൽ ചെന്നു, ബിബിൻ സംസാരിച്ചു തുടങ്ങി. ജസ്റ്റ് അപ്പോൾ ബിബിൻ ചെന്ന വഴി തന്നെ അവനെ വിളിച്ച് അവന്റെ മൈക്ക് കൊടുത്തപ്പോൾ തന്നെ ബിബിൻ ചോദിച്ചത്, ഞങ്ങൾ എന്തിനാ വന്നതെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ കുട്ടികളെല്ലാം കൂടി ഗുമസ്തൻ എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാവരും അപ്പൊ അറിയാലേ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ബിബിൻ പറഞ്ഞു, ഈ പടത്തില് ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ജയിച്ചേട്ടൻ, അതുകൊണ്ട് എന്നെ വിളിച്ചു. അവന്റെ അടുത്ത് നിന്നു ഷാജുവിനെ വിളിച്ചപ്പോഴത്തേക്കും കോളേജിന്റെ പ്രിൻസിപ്പാൾ ഓടി വരുമായിരുന്നു. പുള്ളി സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പുള്ളി വന്നിട്ട്
ഇതൊന്നും പറ്റില്ല, നിങ്ങൾ ബുക്ക് പ്രകാശനത്തിൽ വന്നാണ്, അത് ചെയ്യുക, ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞു. വേറെ ഒന്നും ഇവിടെ സംസാരിക്കാൻ പറ്റുന്നു. അപ്പൊ ബിപിൻ അത് വിട്ടുകളാ സബ്ജക്ട് നമ്മൾ നിങ്ങളാണേലും അങ്ങനെ അവിടുന്ന് ഞങ്ങള് ഇറങ്ങി വരേണ്ടി വന്നു. കുട്ടികളെല്ലാം പുറകെ വന്നു, പോയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ താഴെ അവിടെ സമരമൊക്കെ അതങ്ങനെ പോയി വിട്ട ഒരു കാര്യമാണ്. അല്ല, അന്നത്തെ പ്രശ്നത്തോടെ പ്രിൻസിപ്പൾ ആണേലും മനസ്സിലാക്കി കാണൂലേ ആ കാര്യങ്ങൾ, പുള്ളിക്ക് ഒരു കുറ്റബോധം ഉണ്ടായി കാണാം. ഇത് നമ്മൾ ആ സബ്ജക്ട് പിന്നെയും പറഞ്ഞൊരു വലിയ വിഷയത്തിലേക്ക് പോകാതിരിക്കുക എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം അതൊരു അധ്യാപകനാണ്, കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. നമ്മളിങ്ങനെ വീണ്ടും വാർത്തകൾ കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഒരു ആവേശമാവും, അത് പിന്നെയും ഓരോ പ്രശ്നങ്ങളിലേക്ക്. അല്ല, ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാനാണ്. നിങ്ങൾ അതിന് ഇറങ്ങിയതിന് ശേഷം, ഇറങ്ങി കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി, അതിനുശേഷം ആ കോളേജിലെ മാനേജ്മെന്റോ പ്രത്യേകിച്ച് അതിലെ വിദ്യാർത്ഥികളോ നിങ്ങൾ ആരെങ്കിലും പ്രധാനപ്പെട്ട താരങ്ങളെ ഒന്ന് സംസാരിക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രം ഒന്ന് അറിയാൻ വേണ്ടിട്ടോ. വിദ്യാർത്ഥികളെ വിളിച്ചിരുന്നു, മാനേജ്മെന്റിൽ നിന്നും വിളി വന്നില്ല. വിദ്യാർത്ഥികളെ വിളിച്ച് ഒരുപാട് ക്ഷമ പറയുകയും ഉണ്ടായ കാര്യത്തിൽ വിഷമം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു കുട്ടികൾ. ഓക്കെ, എന്തായാലും വിവാദങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഗുമസ്തൻ എന്തായാലും നല്ല പ്രതികരണവുമായി തിയേറ്ററിൽ മുന്നേറുകയാണ്. എന്തായാലും ഇനി വരാനുള്ള പ്രൊജക്ട്സ് എന്തൊക്കെയാണ് രണ്ടുപേരുടെയും? ഏതായാലും അസ്മിനു തുടർന്നോളൂ, പറഞ്ഞോളൂ. എന്റെ ഇപ്പം ഓശാന പിന്നെ 13-ാം രാത്രി, ശിവരാത്രി, പിന്നെ കുറച്ച് മൂവീസ് ഉണ്ട്. ഇപ്പം ഈ മാസം റിലീസാവാനുള്ളത് ഇത് രണ്ടുമാണ്. ജെയ്സിന്റെ പുതിയ വിശേഷങ്ങൾ കഴിഞ്ഞു. എന്റെ പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന പടങ്ങളാണ്. എതിരെ, മരതകം, അതുപോലെ ഇപ്പൊ തരുൺമൂർത്തി ലാലേട്ടൻ പടം, പിന്നെ തേരിമേരി, ഷൈൻ ടോം, തരുൺമൂർത്തി ലാലേട്ടൻ പടത്തിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട എമ്പുരാനിലാണ്. ആഹാ, അപ്പം വലിയ പ്രൊജക്ട്സ് ആണ് രണ്ടുപേർക്കും മുമ്പിലുള്ളത്. അപ്പൊ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്ക് നേരുകയാണ്. അപ്പോൾ ഇനിയും പുതിയ സിനിമകളുടെ റിലീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. സിനിമ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ മുന്നേറുകയാണ്. അപ്പോൾ സിനിമ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച അഭിപ്രായങ്ങൾ നേടുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക എന്ന് കാണാത്ത പ്രേക്ഷകരോടും കൂടി പറയുകയാണ്. അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോവണ്ട. കാണാത്ത പ്രേക്ഷകരോടല്ല, നിങ്ങളും കാണും. ഉറപ്പായിട്ടും അതിലൊരു തർക്കമില്ല. നമ്മൾ ഇന്ന് തന്നെ ഞങ്ങൾ കണ്ടിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങളെ വിളിക്കണം. നമ്പർ ഇവരുടെ വിളിച്ചിട്ട് അഭിപ്രായം പറയണം. ഞാൻ ഈ ഒരു കോൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഉറപ്പായിട്ടും ഫസ്റ്റ് ഷോ കണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിപ്രായം പറയുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് സ്മിനുവും അതേപോലെ ജെയ്സും ആണ് ഗുമസ്തന്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം വിവാദങ്ങളിലോട്ട് തുടരാൻ താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത് ഒരുപാട് ചർച്ചയാകുന്നത് പല പ്രേക്ഷകർക്കും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് സംസാരിച്ചത്. അല്ലാതെ വീണ്ടും ചിത്രത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയിട്ടല്ല, മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ് എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ വന്നൊരു പ്രധാനപ്പെട്ട